ഞാൻ വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഇത്രയും മഞ്ഞൊന്നും ഇല്ലായിരുന്നു കേട്ടോ. മുഖത്തേക്കൊക്കെ വീഴായിരുന്നു. നമ്മളിപ്പോൾ പോണത് ആമീനെ സ്കൂളിൽ നിന്ന് തിരിച്ച് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ആമിയുടെ സ്കൂള്. ഞാൻ അങ്ങോട്ടേക്ക് നടന്നെത്തിയപ്പോഴേക്കും മഞ്ഞൊക്കെ പെയ്ത് തുറന്നിട്ടുണ്ടായിരുന്നു. സാധാരണ വൈകിട്ട് നമ്മൾ എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് അതിനകത്തൊക്കെ ഓടി കളിച്ചിട്ടാണ് ആൾ വരാറ്. സ്വന്തമായിട്ട് ചൂടാനുള്ളൊരു ശ്രമമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരെണ്ണം ഇട്ടു, ഒരെണ്ണം ഇത്തിരി പാടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്തു. അങ്ങനെ ഷൂവും ബാഗൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സ്നോ ആണെന്ന് കണ്ടപ്പോൾ ആൾ നല്ല എക്സൈറ്റഡായി. മഞ്ഞിൽ കളിക്കാൻ നല്ല ഇഷ്ടമാണ് ആമിക്ക്. അതുകൊണ്ട് എൻ്റെ കൈയൊന്നും പിടിക്കാതെ ആൾ സ്വയം നടന്നു പോയിരുന്നു. ഇവിടെ നിന്നൊക്കെ മഞ്ഞ് വാരിയ വണ്ടിയുമ്മിലേക്ക് എറിയായിരുന്നു. അവസാനം ഞാൻ പറഞ്ഞു, ഈ വണ്ടിയുടെ ഓണറും അടിയും കൊണ്ട് വരുന്നുണ്ട്, നമുക്ക് 2 പേർക്കും ഇപ്പം അടി കിട്ടും. അങ്ങനെ പറഞ്ഞപ്പോൾ അവിടെ തോന്നു പിന്നെയും മഞ്ഞ് വാരി വേറെ ഏതോ വഴിയിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എത്ര വിളിച്ചിട്ടും വരാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. വീടിൻ്റെ അവിടെ നിറച്ച് സ്നോ ഉണ്ട്, അവിടെ പോയി കളിച്ചുകൂടിയെന്ന് പറഞ്ഞു നോക്കി. അപ്പോഴും ആൾക്ക് വരാൻ വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ നോക്കി നിന്നപ്പോഴാണ് ഞങ്ങൾക്ക് പോകാനുള്ള ബസ് അതുവഴി പാസ് ചെയ്ത് പോകണ കണ്ടത്. ആൾക്കിതൊന്നും ഒരു കൂസലില്ല. ആൾ നല്ല എക്സൈറ്റഡാണ്. പാട്ടൊക്കെ പാടി ആടിപ്പാടി പോകുന്നുണ്ട്. അങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ 10 മിനിറ്റിന് ശേഷമാണ് ഇനി ബസ്സുള്ളത്. അപ്പോൾ അവിടെയുള്ള പിക്ചേഴ്സൊക്കെ നോക്കി ഇതെന്താന്നൊക്കെ ചോദിച്ച് നിന്നു. ബസ്സിൽ കയറിയാൽ ഇപ്പോൾ ഏറ്റവും ബാക്കിലുള്ള സീറ്റിലിരിക്കാനാണ് ഇഷ്ടം. അത് കുറച്ച് ഹൈറ്റിലുള്ള സീറ്റാണ്. അപ്പോൾ അവിടെ ഇരുന്ന് പുറത്തേക്കൊക്കെ നോക്കി സ്കൂളിലെ വിശേഷങ്ങളൊക്കെ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഓരോ എക്സ്പ്രഷൻസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്.